പ്രിയമുള്ള മുത്തുമോമിനീങ്ങളെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ രാത്രി വളരെയേറെ നിർണായകമായ ഒരു രാത്രിയാണ്. വളരെയേറെ പോരിശകളും വളരെയേറെ ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഒരു രാത്രിയാണ്. അഥവാ ബദർ ദിനത്തിന്റെ രാത്രിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ രാത്രി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഏതെല്ലാം ദിക്റുകളാണ് ചൊല്ലേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ച് വിശദമായി നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ സർവ്വ ആഗ്രഹങ്ങളും ഹാജത്തുകളും അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ, എല്ലാവർക്കും സന്തോഷല്ലേ? ഒരു മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം അൽഹംദുലില്ലാഹ് പറയൂ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് പറഞ്ഞവരൊക്കെ ഒന്ന് കമന്റിൽ എഴുതി വിടണം. ആരൊക്കെയാണ് അൽഹംദുലില്ലാഹ് പറഞ്ഞു എന്ന് ഉസ്താദിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ള മുത്തുമോമിനീങ്ങളെ, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ രാത്രി വളരെയേറെ നിർണായകമായ ഒരു രാത്രിയാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു രാത്രിയാണ്. അഥവാ ബദർ ദിനത്തിന്റെ രാത്രിയാണ്. നമ്മൾക്കറിയാം, ബദരീങ്ങൾ ബദർ യുദ്ധം ജയിക്കാൻ വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട്, പട്ടിണി കടന്നിട്ടുണ്ട്, ഒരുപാട് മർദ്ദനങ്ങൾ സഹിച്ചു. ഹിജ്റ 2-ാം വർഷമാണ് ബദർ യുദ്ധം നടക്കുന്നത്. ആ ഹിജ്റ 2-ാം വർഷം തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നോമ്പ് നിർബന്ധമാക്കുന്നത്. നോമ്പ് നോറ്റുകൊണ്ടാണ് ബദരീങ്ങൾ ഇസ്ലാമിന് വേണ്ടി പോരാടിയത്. ഇസ്ലാമിന്റെ വിജയത്തിന് വേണ്ടി എല്ലാം മറന്നുകൊണ്ട് അവരുടെ രക്തവും മാംസവും മജ്ജയും അവരുടെ ശരീരവും ഇസ്ലാമിന് വേണ്ടി ദാനം ചെയ്യുകയാണ്. ഇസ്ലാം ജയിക്കണം, മുസ്ലിമീങ്ങൾ ജയിക്കണം, ഇവിടെ അല്ലാഹ് എന്ന് പറയാനുള്ള ആളുകൾ ഉണ്ടാകണം, ഇവിടെ പള്ളി വേണം, മദ്രസ വേണം എന്നുള്ള ഒരൊറ്റ നിയ്യത്തോടുകൂടെ ബദരീങ്ങൾ ബദർ യുദ്ധത്തിൽ പോരാടുകയാണ്. നോമ്പ് തുറക്കാൻ അവർക്ക് ശരിക്ക് ഭക്ഷണങ്ങളില്ല, അത്താഴത്തിന് ഭക്ഷണമില്ല. ഒരു സഹാബിക്ക് ഒരു പൊട്ടി ഈത്തപ്പഴമാണ്, 1/2 ഗ്ലാസ് പാലുമാണ് അത്താഴത്തിനുള്ളത്. അങ്ങനെ തന്നെയാണ് നോമ്പ് തുറക്കുമ്പോഴും. അങ്ങനെ പട്ടിണി കടന്നുകൊണ്ട് ഒരുപാട് വിശപ്പുകൾ സഹിച്ചുകൊണ്ടാണ് ബദരീങ്ങൾ ബദർ യുദ്ധത്തിൽ പോരാടുന്നത്. പ്രിയമുള്ളവരെ, ഭൗതികമായി നോക്കുകയാണെങ്കിൽ മുസ്ലിമീങ്ങൾ ഒരിക്കലും രക്ഷപ്പെടൂല. കാരണം എന്താണെന്നറിയോ? ആയിരക്കണക്കിന് വരുന്ന മുശ്രിക്കീങ്ങളാണ് ബദരീങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്നത്. മുസ്ലിം പക്ഷത്താണെങ്കിലോ 313 സഹാബിമാരാണ്. നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മളുടെ ബുദ്ധി വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ മുസ്ലിമീങ്ങൾ ഒരിക്കലും രക്ഷപ്പെടൂല. കാരണം ആയിരക്കണക്കിന് വരുന്ന ശത്രുക്കളോട് 313 വരുന്ന സഹാബിമാർ യുദ്ധം ചെയ്താൽ എങ്ങനെ രക്ഷപ്പെടാനാണ്? പക്ഷേ എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ സഹായം ബദരീങ്ങൾക്ക് ഇറക്കുകയാണ്. ബദർ യുദ്ധത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല 100 കണക്കിന് മാലാഖമാരെ ഇറക്കിക്കൊണ്ട് ബദരീങ്ങളെ സഹായിക്കുകയാണ്. അതല്ലാഹു ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒട്ടകങ്ങളാണെങ്കിൽ മുസ്ലിമീങ്ങളുടെ കയ്യിൽ 70 ഒട്ടകം മാത്രമേ ഉള്ളൂ. എന്നാൽ യുദ്ധത്തിന് വരുന്ന ശത്രുക്കളുടെ കയ്യിൽ 700 ഒട്ടകം ഉണ്ട് എന്നാ പറയുന്നത്. മുസ്ലിമീങ്ങളുടെ കയ്യിൽ ആകെ 70 ഒട്ടകമുള്ളൂ. ഈ 70 ഒട്ടകം കൊണ്ട് എന്ത് ചെയ്യാനാണ്? 700 ഒട്ടകങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയൂല. അതുപോലെ തന്നെ കുതിരകളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ മുസ്ലിമീങ്ങളുടെ കയ്യിൽ ആകെ 2 കുതിരയുള്ളൂ. കുതിരയുടെ മുകളിൽ കയറി യുദ്ധം ചെയ്താൽ വളരെ എളുപ്പമാണ്, എല്ലാവരെയും വെട്ടി നിരത്താൻ കഴിയും. എന്നാൽ ശത്രുപക്ഷത്തിന്റെ കയ്യിൽ 200 കുതിരകൾ ഉണ്ടായിരുന്നു. ശരിക്കൊന്ന് മനസ്സിലാക്കുക, മുസ്ലിമീങ്ങളുടെ കയ്യിൽ 2 കുതിര, ശത്രുക്കളുടെ കയ്യില് 200 കുതിര. ഈ 200 കുതിര ഉണ്ടായിട്ടും, ആയിരക്കണക്കിന് ശത്രുക്കൾ ഉണ്ടായിട്ട് പോലും ആ ശത്രുക്കൾക്ക് 313 വരുന്ന സഹാബിമാരെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മുസ്ലിമീങ്ങളെ പരാജയപ്പെടുത്താൻ അവർക്ക് ഒരു നിലക്കും സാധിച്ചില്ല എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്താണെന്നറിയോ? അവർ എല്ലാം അള്ളാഹുവിലേക്ക് തവക്കുലാക്കി എന്നുള്ളതാണ്. ബദർ ദിനത്തിന്റെ രാത്രിയിൽ, അഥവാ ഇന്നത്തെ രാത്രിയിൽ ഹബീബായ തങ്ങള് കൂടുതലായി പറഞ്ഞ ഒരു ദിക്ർ മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഏതാണ് ആ ദിക്ർ
ദിക്റെന്നറിയോ? ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. മുശ്രിക്കീങ്ങള് ആയിരക്കണക്കിൽ ഉണ്ടായാലും കുഴപ്പമില്ല. അതുപോലെ മുശ്രിക്കീങ്ങളെ കയ്യിലെ 700 ഒട്ടകങ്ങൾ ഉണ്ടായിക്കോട്ടെ, 200 കുതിരകൾ ഉണ്ടായിക്കോട്ടെ, ഹസ്ബുനല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി, എനിക്ക് അല്ലാഹ് മതി. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. ബരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലത് അല്ലാഹുവിനെയാണ്. ഈ മന്ത്രമാണ് ഹബീബായ തങ്ങള് ഇന്നത്തെ രാത്രിയിൽ കൂടുതലായി പറഞ്ഞത് എന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഈ ഒരു ദിക്റല്ലേ നംറൂദ് എന്ന് പറയുന്ന കിങ്കരൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിട്ടപ്പോൾ ഇബ്രാഹിം നബി ചൊല്ലിയത്. അപ്പൊ ഈ ദിക്ർ ചില്ലറ ദിക്റല്ല, ഇത് ആലിമീങ്ങളും ഔലിയാക്കളും ആരിഫീങ്ങളും അമ്പിയാക്കളും ചൊല്ലിപ്പോന്നിരുന്ന ദിക്റാണ്. അതുകൊണ്ട് ഇന്നത്തെ രാത്രിയിലും നാളത്തെ പകലിലും നമ്മൾ കൂടുതലായി പറയേണ്ട ഒരു ദിക്ർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ എന്ന ദിക്റാണ്. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ്? നാളെ നമ്മൾ ബദർ യുദ്ധത്തിന് ഇറങ്ങേണ്ടതില്ല. പക്ഷേ നമ്മൾക്ക് ഈ ദിക്ർ ചൊല്ലിയാൽ ലഭിക്കുന്ന നേട്ടം എന്താണ്? നമ്മളെ ജീവിതത്തിലെ വിഷമങ്ങൾ മാറാൻ, നമ്മളെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ മാറാൻ, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ, അസൂയാലുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ, സിഹ്ർ കണ്ണേറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ, സാമ്പത്തികമായ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ദിക്ർ നല്ലതാണ്. അതുകൊണ്ട് ഇന്നത്തെ രാത്രിയിലും നാളത്തെ ദിവസവും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ എന്നുള്ള ദിക്ർ ധാരാളം പറയുക. അതോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട മറ്റൊരു ദിക്റാണ് യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ജീവിത വിജയമാണിത്, ഇത് വിജയമന്ത്രമാണ് ഈ ദിക്ർ. ഇത് ധാരാളം പറയണം, പറയാൻ ആരും മറന്നു പോകരുതേ. അതുപോലെ ദുആഉൽ ഖർബ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. പ്രയാസങ്ങൾ വരുമ്പോ ഈ ദിക്ർ ചൊല്ലിയാൽ മതി. ഒരു ശത്രു നമ്മളെ അടുക്കലേക്ക് വരൂല, ഒരു സിഹ്റിനെയും നമ്മൾ പേടിക്കണ്ട, ആർക്കും നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയൂല. ഏതാണ് ദിക്ർ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അതുപോലെ ബദ്രീങ്ങളുടെ പേരിൽ ധാരാളം ഫാത്തിഹ ഓതുക, ദ്വയർക്കുക. ബദ്രീങ്ങളെ ബറക്കത്ത് കൊണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ്. സഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും സ്ഥാനം അല്ലാഹു കൊടുത്തത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബിമാർക്കാണ്. ആ 313 വരുന്ന സഹാബിമാരുടെ പേരിലെ ഒരു ഫാത്തിഹ, ഒരു 3 ഫാത്തിഹയെങ്കിലും ഇന്നത്തെ രാത്രിയിലും നാളത്തെ ദിവസവും ഓതാൻ ശ്രദ്ധിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ആ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മുടെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടാകും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക. നാളെ ഇൻഷാ അല്ലാഹ് രാവിലെ 6 മണിക്ക് ബദർ തവസ്സുലൊക്കെ ബൈത്ത് ചൊല്ലി നമ്മൾക്ക് ദുആ ചെയ്യണം. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ആ മജ്ലിസിൽ പങ്കെടുക്കാനും ശ്രദ്ധിക്കുക. അപ്പൊ ബദ്രീങ്ങളെ പേരിൽ ഫാത്തിഹ ഓതുക, അത് മറന്നു പോകരുത്. അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. ഉസ്താദുമാരും ആലിമീങ്ങളും ഔലിയാക്കളൊക്കെ പ്രയാസങ്ങൾ വരുമ്പോ ബദ്രീങ്ങളെ പേരിൽ ഫാത്തിഹ ഓതുന്നുണ്ട്. ബദ്രീങ്ങളെ പേരിൽ ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ അത് വലിയ രക്ഷയാണെന്നൊക്കെ വലിയ ഉസ്താദുമാര് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബദർ യുദ്ധത്തില് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മുത്തുനബിയെ നമ്മൾ മറക്കാൻ പറ്റില്ല. ബദ്രീങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ മുത്തുനബി പെട്ടിട്ടുണ്ട്. പല ആളുകളും പറയാറുണ്ട്, നിങ്ങൾ എന്താ ബദ്രീങ്ങളെ പേരിൽ ഫാത്തിഹ ഓതുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഫാത്തിഹ ഓതി കൂടെ? ഈ ബദ്രീങ്ങളിൽ പെട്ട ആളാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതാണ് ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ വന്നത്. കാരണം ബദർ യുദ്ധത്തിനെ കുറിച്ച് പല ആളുകളും മനസ്സിലാക്കിയിട്ടില്ല, പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ബദ്രീങ്ങളെ പേരിൽ ഫാത്തിഹ ഓതുക, മുത്തുനബിയുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ഇന്നത്തെ രാത്രി ചൊല്ലാൻ ശ്രദ്ധിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ബദർ മൗലൂദ്, അത് വലിയ രക്ഷയാണ്. ബദ്രീങ്ങളെ പേരിലുള്ള മൗലൂദ് സബീരിയിലൊക്കെ ഉണ്ടാകും. എന്റെ പ്രിയമുള്ളവരെ, പ്രയാസങ്ങൾ മാറാനും ജീവിത വിജയത്തിനും കടങ്ങൾ വീടാന് കള്ളന്മാരെ ശല്യത്തിൽ നിന്നും കവർച്ചക്കാരിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ബദർ മൗലൂദ് വീട്ടിൽ ചൊല്ലിയാൽ മതിയെന്ന് ബദർ മൗലൂദ് എഴുതിയ മഹാൻ തന്നെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബദർ മൗലൂദ് കഴിയുന്ന ആളുകളൊക്കെ ചൊല്ലുക. അതുപോലെ തന്നെ സ്വതക്ക കൊടുക്കുക. ബദ്രീങ്ങളെ പേരിലൊക്കെ സ്വതക്ക കൊടുക്കുക. നമ്മുടെ നാടുകളിലൊക്കെ മജ്ലിസ് നൂർ ഉണ്ടാകും, അതുപോലെ തന്നെ മൗലൂദ് സദസ്സുകളൊക്കെ ഉണ്ടാകും. അതിൽ ചീരിഞ്ഞു കൊടുക്കുക, അന്നദാനം ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നാളത്തെ ദിവസവും അതുപോലെ തന്നെ ഇന്നത്തെ രാത്രി നമ്മൾ ചെയ്യേണ്ടത്. പടച്ച റബ്ബ് ബദ്രീങ്ങളെ ബറക്കത്ത് കൊണ്ട് നമ്മൾക്ക് വലിയ വിജയം നൽകട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, ബദ്രീങ്ങളുടെ ചാരത്ത് സ്വർഗ്ഗത്തിൽ സാധുക്കളായ ഞങ്ങൾക്ക് സീറ്റ് നൽകണേ അല്ലാഹ്. ജീവിത വിജയം നൽകണേ അല്ലാഹ്. പരാജയം നൽകല്ല അല്ലാഹ്. ആഖിറ വിജയം നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. ദുആ കൊണ്ട്
കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ സർവ്വ മുറാദുകളും ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്.